നമസ്കാരം. ഇടത് സഹയാത്രികയും അധ്യാപികയുമൊക്കെയായ ദീപ നിശാന്ത് RSSന്റെ ഗണഗീതത്തിലെ വരികൾ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം ഉൾപ്പെടുത്തിയതിൽ വലിയ വിവാദമുണ്ടായി. ആ വിവാദം ഒഴിയുന്നില്ല എന്നുള്ളതാണ്. ഇടത് ചായ്വുള്ള ഒരാൾ ഗണഗീതം ഉദ്ധരിക്കുകയില്ല എന്നാണ് ഡോക്ടർ NR ഗ്രാമപ്രകാശ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്ത ഉണ്ടാകുന്നത്. ദീപ നിശാന്ത് ഗണഗീതം പകർത്തി എഴുതിയതിനെ ആക്ഷേപിച്ച് കുറേ പോസ്റ്റുകൾ വായിച്ചു. ഏത് കവിത ഉദ്ധരിക്കണമെന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഇടതുപക്ഷ സഹയാത്രിക എന്നാണ് അവരെ എതിർപക്ഷം തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇടത് ചായ്വുള്ള ഒരാൾ ഗണഗീതം ഉദ്ധരിക്കുകയില്ല, അനുകരിക്കുകയുമില്ല. ഉദ്ധരിക്കൽ ഒരു തരത്തിൽ അംഗീകരിക്കലാണ്. ഗണഗീതത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമെടുത്തതായാൽ പോലും യോജിക്കാനാവില്ല. ഇതുതന്നെയാണ് ഗ്രാമപ്രകാശ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ഗ്രാമപ്രകാശിന് മറുപടിയുമായിട്ട് ദീപയും രംഗത്ത് വന്നു. അവർ പറയുന്നത് അതിൻ്റെ അറ്റത്തുള്ള സ്മൈലി മനസ്സിലാക്കാത്ത ആളല്ല മാഷെന്നായിരുന്നു വിശ്വാസം. പോട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് 2015 നവംബർ മാസത്തിൽ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിലൊക്കെ മാഷടക്കമുള്ളവർ മുന്നിട്ട് നിന്നതോർക്കുന്നു എന്നും അന്ന് മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞു തോർക്കുന്നു. മാഷിൻ്റെ സുഹൃത്തായിട്ടുള്ള കേരളവർമ്മയിൽ പഠിച്ചിരുന്ന ചാനൽ ചർച്ചയിൽ വിഷം വമിപ്പിക്കുന്ന തൃശ്ശൂരിലെ പ്രമുഖ BJP നേതാവിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാമെന്നും പുസ്തകം ഏറ്റുവാങ്ങിപ്പിക്കുവാനോ മറ്റോ വേദിയിൽ കയറ്റി ഇരുത്താമെന്നും മാഷ് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതും മാഷിന് നീരസമായതും വെറുതെ ഞാൻ ഓർക്കുന്നു. അവസരവാദികളുടെ വാഴ്ത്തൽ സംഘത്തിൽ ഞാൻ അന്നും ഇന്നും ഇല്ലാത്തതിൽ വ്യക്തിപരമായി അഭിമാനമുണ്ട് മാഷേ എന്നായിരുന്നു ദീപയുടെ കുറിക്കുകൊള്ളുന്ന മറ്റൊരു മറുപടി. ഇതിനു മറുപടിയുമായി ഗ്രാമപ്രകാശം രംഗത്തെത്തി. നിരുത്തരവാദ പ്രസ്താവന പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. സ്മൈലി ഇട്ടാലും ഇല്ലെങ്കിലും അത് ഉദ്ധരിച്ചത് നന്നായില്ല. എത്രയോ നല്ല കവിതകളുണ്ടൊരു മലയാളം ടീച്ചർക്ക് കണ്ടുപിടിക്കാൻ. പുസ്തക പ്രകാശനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാനല്ല, ഇപ്പറഞ്ഞ ആളെ ക്ഷണിക്കുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല. ഇത്തരം അയഥാർത്ഥമായിട്ടുള്ള വസ്തുതകളാണോ കുറിപ്പുകൾ? ഇങ്ങനെ വ്യാജങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും ഇപ്പറഞ്ഞ ആളെ ഒരു കാരണവശാലും താൻ അറിയില്ല എന്നും അതിന് കാരണങ്ങളുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ദീപയ്ക്ക് ആളെ തെറ്റിയതാകാം. ഈ നിരുത്തരവാദ പ്രസ്താവന പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് ഗ്രാമപ്രകാശ് മറുപടിയായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ പ്രസ്താവന പിൻവലിക്കില്ല എന്ന് തന്നെയാണ് ദീപ നിശാന്ത് വ്യക്തമാക്കിയത്. ഒരു പിൻവലിക്കലുമില്ല. മാഷ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ മാത്രമല്ല അക്കാര്യം അറിഞ്ഞിട്ടുള്ളത്. അത് കേട്ട പലർക്കും അതിൽ അത്ഭുതമില്ലാതായിരുന്നു എന്ന് പറയുന്നു. മാഷിനെപ്പറ്റി അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. എനിക്കായിരുന്നു അത്ഭുതം. കൂടുതൽ പറയാൻ ഞാൻ തയ്യാറാണ് മാഷേ. അത് പറയിപ്പിക്കാതിരിക്കാനാണ് മാഷ് ശ്രദ്ധിക്കേണ്ടത്. അധികാരത്തിന് വേണ്ടിയുള്ള കസർത്തുകൾ നടത്താത്തതുകൊണ്ട് നഷ്ടങ്ങളെപ്പറ്റി എനിക്ക് വേവലാതിയൊന്നുമില്ല. പ്രസ്താവനയിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. മാഷ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കൂ എന്നായിരുന്നു ദീപ നിശാന്തിൻ്റെ മറുപടിയും. എപ്പോഴും വിവാദങ്ങളിലേക്ക് ചെല്ലുകയും വിവാദങ്ങൾ അവസാനിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി ഇടത് സഹയാത്രികയും അധ്യാപികയുമായിട്ടുള്ള ദീപ നിശാന്തിന് മാറുമ്പോൾ ദീപയ്ക്ക് മുകളിലേക്ക് പറന്നെത്താൻ കഴിയുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുവാൻ കരുത്തുള്ളവർ ഗ്രാമപ്രകാശിനെ പോലുള്ളവർ ഉണ്ട് എന്നും അവർക്ക് തക്കതായിട്ടുള്ള മറുപടികൾ നൽകുകയാണ് വേണ്ടത് എന്നും ഒപ്പം തന്നെ ഗണഗീതത്തിനെ ഉദ്ധരിക്കുവാനുള്ള കരുത്ത് ഇടത് സഹയാത്രികയ്ക്ക് എങ്ങനെയുണ്ടായി എന്ന് പറയേണ്ടതല്ലേ? അത് ഗ്രാമപ്രകാശ് പറയുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇടത് സഹയാത്രികയാണെങ്കിൽ ഗണഗീതത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു കരുത്തുമുണ്ടാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ദീപ നിശാന്തിനി അതുകൊണ്ട് സ്വയം വിമർശനത്തിന് വിധേയനാക്കണം. ഒരു സ്വയം പരിശോധനയും നൽകാണ്. അതായത് ആത്മപരിശോധന നടത്തുക. ഇടത് സഹയാത്രികയാണോ അതോ മനസ്സിൽ ഒരു സംഖ്യ ഉറങ്ങുന്നുണ്ടോ എന്ന്.